ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന കുടുംബമൊന്നിച്ച് പുൽക്കൂട്ടിലേക്ക്. പറുദീസയിലെ രക്ഷകന്റെ വാഗ്ദാനത്തിൽ തുടങ്ങി രക്ഷാകര ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. രക്ഷാകര ചരിത്രത്തിലെ ചില നിർണായക വ്യക്തികളെ ആഴത്തിൽ പരിചയപ്പെട്ടും അവരുടെ വിശ്വാസത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരവസരമാണ് ഈ യാത്ര. ഈ യാത്ര ജോസഫിനോടും മേരിയോടുമൊപ്പം പുൽക്കൂട്ടിലെ ഉണ്ണിയിലെത്തുന്നു. സഹനങ്ങൾ അനുഗ്രഹമാക്കിയ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഉൽപ്പത്തി 28-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത്. പാദാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക. അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ ഒരാളെ ഭാര്യയായി സ്വീകരിക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ. അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ. നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ. യാക്കോബിൻ്റെ 20 വർഷത്തെ പ്രവാസകാലം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു. യാക്കോബിൻ്റെ വഞ്ചന മനോഭാവത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്നൊക്കെ മോചിക്കാൻ ദൈവം ഒരുക്കി ഈ കഷ്ടതകളൊക്കെയും. പ്രത്യക്ഷത്തിൽ മറ്റുള്ളവരുടെ അസൂയയോ സ്വാർത്ഥതയോ ഒക്കെ കൊണ്ടായിരിക്കാം ഈ കഷ്ടതകൾ യാക്കോബിന് വന്നു ചേർന്നത്. എങ്കിലും ദൈവം മനോഹരമായ രീതിയിൽ യാക്കോബിൻ്റെ ഒരു വിമലീകരണത്തിലേക്ക് അതൊക്കെയും നയിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ കഷ്ടതകളിൽ കൂടെ നടക്കുന്നവനാണ് നമ്മുടെ ദൈവം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും വളർന്നു വന്ന സാഹചര്യങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാൻ, എൻ്റെ ജീവിതത്തിൽ കുറേ കൂടി അവരോടൊപ്പമായിരിക്കാൻ ഈ സഹനങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പച്ചനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ സാധിച്ചു ഈ കഷ്ടതകൾ ഏറ്റെടുക്കാൻ? വളരെ ആത്മീയമായി മറുപടി നിഷ്കളങ്കമായ അപ്പച്ചൻ പറഞ്ഞു തരും, ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ കുറേ കൂടി നല്ലവരാകാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇത്രത്തോളം ഈശോയോടൊപ്പം നടക്കാൻ ആകില്ലായിരുന്നുവെന്ന്. നമ്മുടെ കുടുംബത്തിൻ്റെ കഷ്ടതകളിൽ മനസ്സിലാക്കാനാവാത്ത, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാത്ത സഹന നൊമ്പരങ്ങളിൽ മിഴികൾ പൂട്ടിയിരിക്കാനാവുമോ നമുക്ക്? അദൃശ്യമായ ദൈവത്തിൻ്റെ ഇടപെടൽ സാവധാനം തീർച്ചയായും നമുക്ക് വ്യക്തമാകും. അനുദിന ജീവിതത്തിലെ സഹനങ്ങളുടെ പിന്നിലുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ നമുക്ക് ഈ വചനം ഏറ്റുപറയാം. 119-ാം സങ്കീർത്തനം 71-ാം വാക്യം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ, സഹനങ്ങൾ എനിക്ക് നേട്ടമായി, അങ്ങയുടെ മുഖം ദർശിക്കാൻ അത് കാരണമായി.